കോതമംഗലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകർന്ന പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്നു ടി.യു. കുരുവിള. നിരവധി വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനും തുടക്കം കുറിക്കാനും ടി.യു. കുരുവിളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോതമംഗലത്തിന്റെ വികസന മുന്നേറ്റത്തിൽ നിർണായക പങ്ക് എഴുതി ചേർത്ത പൊതുപ്രവർത്തകനാണ് കോതമംഗലംകാർക്ക് കുർലാൻ ചേട്ടനും കുർലാൻ ചാച്ചനുമായ ടി.യു. കുരുവിള. കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നന്നേ ചെറുപ്പത്തിൽ തുടങ്ങിയ പൊതുപ്രവർത്തനം സംസ്ഥാന മന്ത്രി എന്ന നിലയും കടന്ന് ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ തുടർന്നു. പൊതുപ്രവർത്തനം ആരംഭിച്ച ഘട്ടം മുതൽ കോതമംഗലത്തിന്റെ വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിലും കോതമംഗലത്തേക്ക് പുതിയ പദ്ധതികളും സ്ഥാപനങ്ങളും കൊണ്ടുവരുന്നതിലും ടി.യു. കുരുവിളയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ പ്രഥമ കൗൺസിൽ അംഗമായിരുന്ന ടി.യു. കുരുവിള 2006 കോതമംഗലത്തിന്റെ MLA ആകുന്നത്. LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച അദ്ദേഹം VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ചുരുങ്ങിയ കാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ വികസന പദ്ധതികൾക്ക് തുടക്കമിടാനും പലതും പൂർത്തീകരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. തങ്കളം കാക്കനാട് 4-വരിപ്പാതയാണ് ഇതിലൊന്ന്. തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസിന്റെ നിർമ്മാണത്തിനും തുടക്കമിട്ടു. ചേലാട് അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെ ആദ്യഘട്ട നിർമ്മാണമാണ് ടി.യു. കുരുവിള MLA ആയിരിക്കെ ഉണ്ടായ മറ്റൊരു പദ്ധതി. നേരിമംഗലത്ത് PWD കോംപ്ലക്സ്, കോതമംഗലത്ത് കോടതി സമുച്ചയം, മിനി സിവിൽ സ്റ്റേഷൻ എന്നിവയുടെ നിർമ്മാണവും ടി.യു. കുരുവിളയിലൂടെയാണ് സംഭവിച്ചത്. ചേലാട് സ്പോർട്സ് കോംപ്ലക്സ് അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും എയർപോർട്ടിൽ നിന്നും ചേലാടിലേക്കുള്ള സ്റ്റേഡിയത്തിലേക്ക് ഉള്ള ദൂരം 25 കിലോമീറ്ററാണ്. അതോടൊപ്പം തന്നെ എയർപോർട്ടിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സ്റ്റേഡിയത്തിലേക്ക് 36.6 കിലോമീറ്ററാണ്. ചേലാട്ടിലേക്കുള്ളത് സ്റ്റേഡിയത്തിൽ സ്ട്രെയിറ്റായ വഴിയും യാതൊരു തടസ്സമില്ലാത്ത കൊച്ചിയിലെത്തുന്നതിന് മുമ്പേ ചേലാട്ടിൽ എത്താവുന്ന സ്ട്രെയിറ്റ് വഴിയുണ്ട്. കോതമംഗലത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത് ടി.യു. കുരുവിളയുടെ ശ്രമഫലമാണ്. മണ്ഡലത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കെട്ടിടം നിർമ്മിക്കാനും കഴിഞ്ഞു. അദ്ദേഹം ചെയർമാനായിരിക്കെയാണ് ഹൗസിംഗ് ബോർഡിന്റെ ഉടമസ്ഥതയിൽ കോതമംഗലത്ത് റവന്യൂ ടവർ നിർമ്മിച്ചത്. ഭൂതത്താൻകെട്ടിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് നടപടികൾ പൂർത്തീകരിച്ചതും ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയതും ടി.യു. കുരുവിളയുടെ മറ്റൊരു നേട്ടം. ഭൂതത്താൻകെട്ടിൽ ടൂറിസം വികസനത്തിനായും വിവിധ പദ്ധതികൾ കൊണ്ടുവന്നും ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിന്റെ നിർമ്മാണത്തിനും അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായി. നിയോജക മണ്ഡലത്തിലെ ഒട്ടേറെ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുകയും നവീകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ഒരു നവോത്ഥാന കോതമംഗലത്തിന്റെ ശില്പി അതായിരുന്നു ശ്രീ ടി.യു. കുരുവിള. അദ്ദേഹം ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്വങ്ങളും ജീവിതത്തിൽ ഇത്രമാത്രം ഭംഗിയായി പൂർത്തീകരിക്കാൻ മറ്റൊരാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്ന് കോതമംഗലത്ത് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയതാണ് എന്നുള്ളതാണ് സത്യം. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് നോക്കിയാൽ ഇന്ന് കാണുന്ന എല്ലാ സൗകര്യങ്ങളുടെയും ആധിപത്യം അദ്ദേഹത്തിൻ്റെ പ്രയത്നഫലമായിട്ടുണ്ടായതാണ്. ഇന്ന് കാണുന്ന കോതമംഗലത്തെ കോതമംഗലമാക്കിയത് ശ്രീ ടി.യു. കുരുവിളയായിരുന്നു. പൂയംകുട്ടി വാരിയ ഉന്നതിയിൽ നിന്ന് പലായനം ചെയ്ത ആദിവാസി കുടുംബങ്ങളെ ഉരുളൻതണ്ണി പന്തപ്രയിൽ പുനരധിവസിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മന്ത്രിയായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴുമെല്ലാം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ പോലും നേരിട്ട് സമീപിച്ച് സമ്മർദ്ദം ചെലുത്തുന്നതും അദ്ദേഹത്തിന്റെ ശൈലിയായിരുന്നു. ന്യൂസ് ഡെസ്ക് GTV ന്യൂസ്.